2:41 പുലർച്ചെ നവംബർ 24, 2025. എൻ്റെ റൂമിൽ നിന്ന് വരുന്ന വെളിച്ചമാണത്. അതിനകത്തൊരു ചൂട് ചായ ഉണ്ട്, കുറച്ച് പുസ്തകങ്ങളുണ്ട്. ഇതെൻ്റെ നിഴൽ. എൻ്റെ പേര് നിതീഷ് എന്നാണ്. ഭാസ്കരൻ്റെയും രത്നത്തിൻ്റെയും മകൻ. മുതുകാട് എന്ന സ്ഥലം, 9-ാം നമ്പർ നിയോജക മണ്ഡലം, പരപ്പന, കണ്ണാടി ഗ്രാമപഞ്ചായത്ത്. കുറച്ച് മുന്നേ ചായ വയ്ക്കുമ്പോൾ ഞാൻ കുറച്ച് ഇമോഷണലായി, കരഞ്ഞുപോയി. ഒരു 7 വർഷങ്ങൾക്ക് മുന്നേ ഈ സ്ഥലത്ത് ഒരാൾക്കൂട്ടം എനിക്കെതിരെ നിന്നുണ്ടായിരുന്നു. അതിലെല്ലാ രാഷ്ട്രീയ കക്ഷിയിലുള്ള ബ്യൂറോക്രാറ്റിക്കായിട്ടുള്ള ആളുകളും ഭരണ നേതൃത്വങ്ങളും ഭരണഘടനാ സ്ഥാപനത്തിലെ ആളുകളൊക്കെ ഈ സ്ഥലത്ത് നിന്നിട്ടാണ് ഒരാൾക്കൂട്ടത്തിൻ്റെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു. സൈക്കോളജിക്കൽ ആൻഡ് നിയമപരമായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു അത്. ഒരു സം കൈൻഡ് ഓഫ് താലൂക്ക് സർവേർ ഉണ്ണിത്താൻ കറപ്റ്റഡായിട്ട് ആളെ നിൽക്കുക. അങ്ങനെ ഉണ്ണിത്താനല്ല, അത് കോടതി വന്നപ്പോഴാണ്. ഇത് അപ്പുറത്തെ ഒരു പോലീസുകാരനായിട്ടുള്ള ചെറിയൊരു വിഷയം. പക്ഷേ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഒരു നീതിബോധവും സിസ്റ്റത്തിൻ്റെ കറപ്ഷനൊക്കെ എന്നെ ഭയങ്കരമായിട്ട് പൊള്ളിച്ചു. അന്ന് ഞാൻ ഈ സ്ഥലത്ത് നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10-20 പണിക്കാരും കൊണ്ടുവന്നിട്ട് ഈ പോലീസുകാരൻ്റെ ഭാര്യയും ഒരു 10-15 കൽപ്പണിക്കാരും കൂടെ ഇവിടെ കല്ലിട്ട്, ഈ സ്ഥലത്ത് കല്ലിട്ടെന്ന് പറഞ്ഞാൽ പോലീസുകാർ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നിട്ട് തലേദിവസം ഒന്നും ചെയ്യണ്ട, ഡിസ്പ്യൂട്ടുള്ള മേഖലയാണെന്ന് പറഞ്ഞ സ്ഥലത്ത് ഇയാൾ ഭാര്യയെ മുൻനിർത്തി 10-20 കൽപ്പണിക്കാരെയും കൊണ്ടുവന്നിട്ട് ഇവിടെ കല്ലിട്ട്. ആരും മിണ്ടിയില്ല. അന്ന് ഞാൻ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഞാൻ ആളുകളെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ്. എന്നെ പറ്റിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അന്ന് ഞാൻ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട്, സാറേ ഇത് ശരിയല്ലല്ലോ, ഇന്നലെ വന്നിട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഇത് ചെയ്യണമല്ലോ, ഇപ്പോൾ SP ഓഫീസിൽ പോകുന്നു. അന്ന് SP ഓഫീസിൽ പരാതി കൊടുത്ത് ഇവിടെ വന്ന് എന്നെ തടുത്ത്. അന്നാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിച്ച്. അന്ന് അവിടുത്തെ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ഉണ്ടായിരുന്നു, വാർഡ് മെമ്പർമാരുണ്ടായിരുന്നു, നാട്ടുകാരുണ്ടായിരുന്നു. ആരും മിണ്ടിയില്ല. വാട്ട് ഈസ് ലെഫ്റ്റ് എന്നാണ് എൻ്റെ ചോദ്യം. എന്താണ് ഇടതുപക്ഷം? ഓക്കെ, കൂൾ. അന്ന് തെറ്റിപ്പോയതാണ് ഞാൻ. നിയമം പഠിക്കാനും കോടതി പോയ സത്യം തെളിയുന്നൊക്കെ തോന്നിയിട്ട് പറ്റിക്കപ്പെട്ടു കോടതിക്കകത്ത്. ഞാനങ്ങനെ വലിയൊരു ആക്ടിവിസ്റ്റൊന്നുമല്ല, കലാകാരനുമല്ല. ഒരു പലചരക്കിടക്കാരൻ്റെയും ഒരു അംഗനവാടി ഹെൽപ്പറിൻ്റെയും മകനാണ്. +2 വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു കൂലിപ്പണിക്കാരനാണ്. സിനിമാറ്റോഗ്രാഫിയും സിനിമയൊക്കെ പഠിച്ച മനുഷ്യനാണ്. ഇത് കരഞ്ഞ് വോട്ട് മേടിക്കാനുള്ള തന്ത്രമോ ഒരു തേങ്ങയൊന്നുമല്ല, എൻ്റെ ജീവിതമാണ്. കുറച്ച് മുന്നേ ചായ വയ്ക്കുമ്പോൾ ഞാൻ ഓർത്തുപോയി, ഞാൻ ഇങ്ങനെ ആയെന്ന്, എങ്ങനെ ഒരു സ്വതന്ത്ര പൊതു സ്ഥാനാർത്ഥി ആയെന്ന് ഞാൻ ആലോചിച്ച് പോയി. എനിക്ക് ഗ്രോ വാസുവേട്ടനെ എനിക്ക് രാവിലെ വിളിച്ചു. ആ മനുഷ്യരിലുണ്ട് ഇടതുപക്ഷം. ഓക്കെ, അയ്യോ 4:47. ഈ വിഷയത്തിൽ OS 415 2017 ലക്ഷ്മി VS B അജിത് കുമാർ. ഫിക്സേഷൻ ഓഫ് ബൗണ്ടറിയാണ്. ഞങ്ങളുടെ അന്വേഷണ റിപ്പോർട്ട് അതിൽ വെച്ചിട്ടില്ല.
അളക്കാൻ വന്ന സർവേയർ അഡ്വക്കേറ്റ് ഷമീർ അമാനു ആ റിപ്പോർട്ട് വെച്ചിട്ടില്ല. എവിടെയെന്ന് ചോദിച്ചിട്ട് 3 പ്രൈവറ്റ് വക്കീലിനെ മാറ്റി. 70,000 രൂപയോളം കൊടുത്തു. ഞങ്ങൾ കൊടുത്ത കേസ്, കക്ഷിയുടെ കേസ് തള്ളിപ്പോവുക. DLSA പോയി, ഗതികെട്ടിട്ട് DLSA ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി പോയി. അവിടെ നിന്ന് ഉള്ള വക്കീലന്മാർ ആ കറപ്ഷനൊന്നും ഞാൻ പറയുന്നില്ല, അത് വേറെ വീഡിയോയിൽ ചെയ്യാം. എന്നിട്ട് ഓപ്പോസിറ്റ് ഒരു കൗണ്ടർ കേസുണ്ട്, OS 435/2017. അതിൽ ഒരു തെറ്റായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടുണ്ട്. ആരുടെയാണ് ഭൂമി എന്നാണ് ചോദ്യം. ഇദ്ദേഹത്തിന് B. അജിത് കുമാറിന് ഇത് കണ്ടായിരുന്നു. ഈ മോട്ടോർ പെരയുടെ ഇത് കണ്ടു. ഇതിനിപ്പുറത്ത് അജിത് കുമാറിന് സ്ഥലം ഉണ്ടോ ഇല്ലയോ എന്നാണ് ചോദ്യം. ഇല്ല. ഇവിടെ ഒരാൾ വ്യാജരേഖ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഞങ്ങൾക്ക് 23.4 ഞങ്ങളുടെ മീറ്റർ. ഞങ്ങൾക്ക് ഇതുവരെ വരും. ഞങ്ങൾ പ്രൈവറ്റ് സർവേയറിനെ വെച്ച് അളന്നപ്പോൾ ഞങ്ങൾക്ക് ഇതുവരെ സ്ഥലമുണ്ട്, ഇതുവരെ. ഇതിനിപ്പുറത്ത് ഇവിടെ അയാളുടെ വേലി ഉണ്ടായിരുന്നു. ഇയാൾ എന്താ ചെയ്യുന്നറിയോ? ഈ വേലി വെട്ടിമാറ്റി, എന്നിട്ട് അതിലില്ലാത്ത സ്ഥലമാക്കി മാറ്റി. ഇവിടെ രേഖയിൽ ഒരു വഴിയുമില്ല. ഇതുവരെ ഞങ്ങളുടെ സ്ഥലമാണ്. ഇത് ഒരു ബേസിക് ചെറിയൊരു ഭൂമി പ്രശ്നമാണ്. ഭൂമിയുടെയൊക്കെ പേരിലും ആളുകൾ നടത്തുന്ന ഫോർജറിയും തട്ടിപ്പും വ്യാജ ആധാരങ്ങളൊക്കെ വളരെ വലുതാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നമ്മുടെ ഒരു തലച്ചോറിൻ്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അതായത് നമ്മുടെ വിഷമം വലുതായിട്ട് നമുക്ക് തോന്നും. ഓക്കെ, അത് എന്താ ഇഷ്യൂ എന്ന് പറയാൻ വേണ്ടി അത് പിന്നെ പറയാം. അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, ഒരു വാർഡ് മെമ്പർ ആവാൻ 7,000 റുപ്യാണ് വാർഡ് മെമ്പറുടെ ഓണററിയും ഭത്തയും. ഇത്രയൊക്കെ ഉള്ളൂ ഉദ്ദേശം. ഗ്രാമസഭകൾ മര്യാദയ്ക്ക് നടത്തും. വാർഡ് മെമ്പറാണ് ഗ്രാമസഭയുടെ കൺവീനർ. വർഷത്തിൽ 4 ഗ്രാമസഭ കോറം തികഞ്ഞ് നിയമപരമായിട്ട് ഞായറാഴ്ചകളിൽ നടത്തും. ഫുൾ ഡേ ഫംഗ്ഷൻ ആയിരിക്കും അത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രേഖകൾ, പദ്ധതി രേഖകൾ, എങ്ങനെയാണ് ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു വാർഡ് മെമ്പർ പ്രവർത്തിക്കേണ്ടതെന്നുള്ള സർക്കുലറും ജിയോ ഓർഡർ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ പബ്ലിഷ് ചെയ്യും എന്നെക്കൊണ്ടാകുന്ന പോലെ. ഒരു ഗ്രാമസഭാ ഗ്രൂപ്പ്, ഞങ്ങളുടെ വാർഡിൽ 680 വീടുകളുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിലെല്ലാ ആളുകളെയും ഒരു വാട്സപ്പ് അംഗത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും. അതിൽ സുതാര്യമായിരിക്കും, എന്നെക്കൊണ്ടാകുന്ന പോലെ. കറപ്റ്റഡ് ആവില്ല. പക്ഷേ കറപ്ഷനെ ഭയങ്കര നോർമലൈസ് ചെയ്ത ഈ സമൂഹത്തിൽ കറപ്റ്റഡ് ആവാതെ നമുക്ക് എത്രത്തോളം നിലനിൽക്കാൻ പറ്റുമെന്നത് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ചോദ്യമാണ്. എനിക്കിഷ്ടമുള്ളൊരു സിനിമയിലൊരു വരി ഇങ്ങനെയാണ്: നിഷ്കളങ്കതയെക്കുറിച്ചുള്ള നഷ്ടബോധമാണ് ഓരോ കലാപത്തിൻ്റെയും കാതൽ. ഞാൻ സ്റ്റീവ് ലോപ്പസ്, രാജീവ് രവി. ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നല്ല, ഇതൊരു സിംഗിൾ ഷോട്ടിൽ തീരും, കാരണം ഇതിലൊരു കട്ടുമില്ല. മേക്ക് ഇറ്റ് ഡോക്യുമെൻ്ററി. വരുന്ന ചിന്തകൾ ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് ബോറിംഗ് ആണെങ്കിൽ ആളുകൾക്ക് സ്കിപ്പ് ചെയ്യാം. ഞാനങ്ങനെ എൻ്റർടൈനറൊന്നുമല്ല. ഓക്കെ, ഇതിൻ്റെ നീഡ്, എൻ്റെ ഒരു വാർഡ് മെമ്പറുടെ നീഡ്, എൻ്റെ ഒരു തലച്ചോറിൻ്റെ ആവശ്യങ്ങൾ ഞാൻ പറയാം. ഈ 680 വീടുകളെക്കുറിച്ചും ഒരു പ്രാദേശിക ഗ്രാമപഠനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടുത്തെ ഡേറ്റ, ഇവിടുത്തെ വികസനത്തെ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടതെന്നതിന് ഒരു പഠനം, അത് ജയദേവികയെ പോലുള്ള ആളുകൾ, ഇല്ലെങ്കിൽ പരിഷത്തിൻ്റെ അകത്തുള്ള കേരള പഠനം പോലെ, മഴ വന്നു, കേരള പഠനം പോലെ അങ്ങനെ പഠിച്ചിട്ട് ഞാൻ എൻ്റെ സമൂഹത്തിൻ്റെ ജോഗ്രഫിക്കലായിട്ടുള്ള വശം, എക്കണോമിക്കലായിട്ടുള്ള വശം ആൻഡ് എല്ലാം ഞാൻ പഠിക്കണം എന്നൊരു തോന്നലുണ്ട്. ശാസ്ത്രീയമായിട്ട് വികസനത്തെ നമുക്ക് ചെയ്യണം. സമുന്നതി പ്രൊജക്റ്റ് ഉണ്ട്. സമുന്നതി പ്രൊജക്റ്റ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടികജാതി വർഗ വിഭാഗക്കാരുള്ള ഇത് കുഴൽമന്നത്താണ്. അങ്ങനെ ആ ഒരു കുഴൽമന്നം ബ്ലോക്കിനെയാണ് സമുന്നതി പ്രൊജക്റ്റ്. 2 വർഷമായി. ഈ 9ാം വാർഡിൽ സമുന്നതിയായിട്ട് ബന്ധപ്പെട്ട് എത്ര ഫണ്ട് ഇറങ്ങിയിട്ടുണ്ട്, കണ്ണാടി ഗ്രാമപഞ്ചായത്തിൽ എത്ര ഫണ്ട് ഇറങ്ങിയിട്ടുണ്ട്,
വിവരാവകാശം വയ്ക്കൂ, എനിക്ക് അയച്ചു തരൂ. 7 പഞ്ചായത്തുകളിൽ കുഴമന്നം ബ്ലോക്കിൽ സമന്വതിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഫണ്ട് അലോക്കേഷൻ എത്രയാണ്? ഇത് ഈ ചോദ്യം ചോദിച്ചാൽ നമ്മൾ പ്രശ്നക്കാരനാവുകയാണ്. എന്നാൽ സിസ്റ്റം ഫങ്ഷനിങ് ചെയ്യുന്നില്ല എന്നതാണ് എൻ്റെ ബോധ്യം. അത് ചോദിക്കുക. സർക്കാർ എന്ന് പറയുന്നത് രേഖയാണ്. ഇത് ഞാൻ പറഞ്ഞല്ല, സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ്ലി എന്നുള്ള പുസ്തകത്തിൽ ഡോക്ടർ പ്രശാന്ത് എന്നുള്ള കളക്ടറുടെ ഇതാണ്. അപ്പോൾ നമുക്കിതിനെ ഈ ഫൈറ്റ് ദ പവർ എന്ന് പറയുന്ന സാധനമുണ്ട്, ഡു ദ റൈറ്റ് തിങ് എന്ന് പറയുന്ന സാധനമുണ്ട്. മൂക്ലിയുടെ ഒരു പടമാണ്, മൂക്ലിയോ ഒരു പൊളിറ്റിക്കൽ ഫിലിം മേക്കറാണ്. ഡു ദ റൈറ്റ് തിങ് ആൻഡ് ഫൈറ്റ് ദ പവർ. നിങ്ങൾ സത്യത്തിൽ 941 പഞ്ചായത്തുകൾ ഉണ്ട് എന്നാണ് കേരളത്തിൽ. എത്ര വാർഡുകളുണ്ടെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ഒരു 10,000 വാർഡുകളുണ്ടാവും. അതിനകത്ത് എത്ര ഗ്രാമസഭാ മെമ്പർമാരുണ്ടാവും? അതായത് 18 വയസ്സ് കഴിഞ്ഞ പൗരന്മാർ എത്ര പേരുണ്ടാവും? ഈ ആളുകളെല്ലാം അവനവൻ്റെ വാർഡിലത്തെ ഗ്രാമസഭ മര്യാദയ്ക്ക് നിയമപരമായിട്ട് സംഘടിപ്പിച്ച് അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് ഒരു ബേസിക് വർക്ക് ഒരു ഗ്രാമത്തിനകത്ത്, ഒരു വാർഡിനകത്ത് ഒരു 20 പേരെങ്കിലും 15 പേരെങ്കിലും ഇത് പഠിക്കുകയാണെങ്കിൽ, ചെയ്യുകയാണെങ്കിൽ, ഏത് രാഷ്ട്രീയ കക്ഷിയോ ഏത് മുന്നണിയോ ആരോ ഭരിച്ചോട്ടെ, സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ പ്രാദേശിക ഗവൺമെൻറ്റാണ് പഞ്ചായത്ത്, ഈ പഞ്ചായത്തിനെ നമുക്ക് ഫങ്ഷനിങ് ചെയ്യിപ്പിക്കണം. അതിനാകെ ചെയ്യാനുള്ളത് നിങ്ങൾ സോഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ട് വായിക്കുക. അവനവൻ്റെ പഞ്ചായത്തിൻ്റെ കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിയമമുണ്ട്, അതിൻ്റെ മലയാളം PDF ഞാൻ അയച്ചു തരാം. അത് പഠിക്കുക. ഗ്രാമസഭ എങ്ങനെയാണ് സംഘടിപ്പിക്കേണ്ടത് എന്നത് ഉണ്ട്. അടുത്ത 3 മാസം പഞ്ചായത്ത് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് നമുക്ക് ഗ്രാമസഭയിൽ തീരുമാനിക്കാം. ഗ്രാമസഭയുടെ തീരുമാനത്തെ സുപ്രീം കോടതിക്ക് പോലും അത്രയും പവറുണ്ട്, റദ്ദ് ചെയ്യാൻ പറ്റില്ല. ഒരു MLAക്കോ MP ക്കോ നിയമസഭയ്ക്കും പാർലമെൻറ്റിനകത്തുള്ള അവകാശമാണ് ജനമായ ഇല്ലെങ്കിൽ ഒരു പൗരനായ നമുക്ക് ഗ്രാമസഭയ്ക്കകത്ത്. അതിനെയാണ് ഇവിടെ ഒട്ടും ഫങ്ഷൻ ചെയ്യാതെ അധികാര വികേന്ദ്രീകരണം വാർഡ് മെമ്പർ വരെ മാത്രമേ ഉള്ളൂ ഈ പരിപാടി. അത് പോരാ, നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കണം. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന സാധനം ജനായത്ത ഭരണ വ്യവസ്ഥയാണത്. ഞാൻ എൻ്റെ റാൻഡം തോട്ട്സ്, വാലിഡായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പ്രധാനപ്പെട്ടത് മാത്രമേ പറയുന്നുള്ളൂ. അഡീഷണൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൊക്കെ ചോദിക്കണം, ഞാനത് അടുത്ത വീഡിയോസായിട്ട് ഇടും. കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഞാൻ കഴിഞ്ഞ 5 വർഷത്തെ ഗ്രാമസഭ മിനിറ്റ്സ് ബുക്ക് പരിശോധിച്ചു. കോമഡിയാണ്. എങ്ങനെയാണ് ഇവർ കോറം തയ്ച്ചത്, എന്തൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, എങ്ങനെയാണ് ഇവർ പദ്ധതികൾ ഉണ്ടാക്കിയത്, DPR അനുമതി മേടിച്ചെടുക്കാൻ ഇവർക്ക് നടത്തിക്കൂട്ടിയ കാട്ടിക്കൂട്ടലുകൾ എന്തൊക്കെ. ഇതിനൊന്നും പ്രശ്നമാക്കി ഉപചോദ്യങ്ങളായി വീണ്ടും RT ഫയർ ചെയ്യാനൊന്നും എനിക്ക് സമയമില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഉദ്യോഗസ്ഥ വർഗം, നിങ്ങൾക്ക് ഗവൺമെൻറ് തരുന്ന ശമ്പളത്തിന് നിങ്ങൾ പണിയെടുക്കണം. നിങ്ങൾ ഞങ്ങളെ സർവീസ് ചെയ്യേണ്ട മനുഷ്യന്മാരാണ്, നിയമം നടപ്പാക്കേണ്ട ആളുകളാണ്. ഇത് ഒരു ബേസിക് സൈക്കോളജി എന്താണെന്ന് അറിയുമോ? രാഷ്ട്രീയക്കാരെ കൊണ്ട് കാര്യം പറയുമ്പോൾ അവർ ഉദ്യോഗസ്ഥന്മാർ ഇല്ലെങ്കിൽ നിയമം, അത് ഇല്ലാത്ത നിയമം പറഞ്ഞിട്ട് ഇവൻ്റെ ഈ പൗരൻ്റെ ഇല്ലെങ്കിൽ വോട്ടറുടെ ശബ്ദത്തെ റദ്ദ് ചെയ്യും. ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പോയി ചോദിച്ചാൽ എന്ത് ചെയ്യുന്നറിയോ? അത് രാഷ്ട്രീയക്കാർ അവരാണ് തീരുമാനിക്കുക എന്നുകൊണ്ട് അങ്ങോട്ട് ഇടും. ഈ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടല്ലോ, ആ കൂട്ടുകെട്ടിനെ നമുക്ക് പൊളിക്കണം. അതിന് ചെയ്യേണ്ട എന്താ വെച്ചാൽ, നിങ്ങൾ വായും കൊണ്ട് ആരോടൊന്നും പറയണ്ട. രേഖയാണല്ലോ സർക്കാർ. അപ്പോൾ രേഖാപരമായിട്ട് നിയമപരമായിട്ടൊക്കെ മുന്നോട്ട് പോവുക. അങ്ങനെ നിങ്ങൾക്കൊരു വിഷയത്തിൽ, ഏത് വിഷയത്തിലും ഒരു പരാതി ഉണ്ട്, അത് പഞ്ചായത്തിൻ്റെ കീഴിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഗൂഗിളിൽ പോവുക. നിങ്ങളുടെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പഞ്ചായത്തിൻ്റെ മെയിൽ ID ഉണ്ട്, അതിലേക്ക് നിങ്ങളൊരു പരാതി നൽകുക. വിശദമായിട്ട് ടൈപ്പ് ചെയ്ത് PDF ആക്കി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ റെസിപ്റ്റ് മേടിക്കാൻ ശ്രമിക്കുക. ഇമെയിൽ പരാതിക്ക് റെസിപ്റ്റ് വേണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ സർക്കുലറൊക്കെ ഉണ്ട്. MP രാജേഷ് ഇല്ലെങ്കിൽ അദ്ദേഹമൊക്കെ നല്ല രീതിയിലത് ഫങ്ഷനിങ് ചെയ്യിപ്പിക്കും. അപ്പോൾ അങ്ങനെ 2 ദിവസത്തിനുള്ളിൽ ഇവർ പരാതിക്ക് റെസിപ്റ്റ് തരണം. 7 ദിവസത്തിനുള്ളിൽ തരണം എന്നാണ് സർക്കുലർ. പക്ഷെ അപ്പം തന്നെ തരണം. ഫ്രണ്ട് ഓഫീസ് സംവിധാനമൊക്കെ എങ്ങനെ പ്രവർത്തിക്കേണ്ടതെന്ന് അതിൻ്റെ ഫ്രണ്ട് ഓഫീസിലൊരു ഉദ്യോഗസ്ഥയായിരിക്കും ഇമെയിൽ പരാതിക്ക് റെസിപ്റ്റ് തരേണ്ടത്. അങ്ങനെ അവർ തന്നില്ലെങ്കിൽ
അവർ ചെയ്യുന്നത് വലിയ കുറ്റകൃത്യമാണ്. അപ്പോൾ പിന്നെ റെസിപ്റ്റ് ഇട്ടാൽ എന്താണ് ഗുണം? ഒന്നില്ലെങ്കിൽ അവർക്ക് പരാതി സ്വീകരിക്കാം, ഇല്ലെങ്കിൽ നിരസിക്കാം. തെറ്റായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞ് സെക്രട്ടറിയോ പ്രസിഡൻറ്റോ ഇല്ലെങ്കിൽ വാർഡ് മെമ്പറോ അത് നിരസിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പഞ്ചായത്ത് രാജിലെ നിയമം എടുത്ത് ചോദിക്കണം. എന്നെപ്പോലുള്ള കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കണം. അവർക്ക് ഒരു വാർഡിൽ ഈ പഞ്ചായത്ത് രാജിൻ്റെ 1700 ഉറുപ്പ്യുള്ള ഒരു കൈപ്പുസ്തകമുണ്ട്, പുതിയ സർക്കാർ. അത് 1700 ഉറുപ്പ്യ മേടിപ്പിക്കണം. പഞ്ചായത്തിനെ കൊണ്ട് തന്നെ മേടിപ്പിച്ച് പഞ്ചായത്ത് ലൈബ്രറിയിലോ ഇല്ലെങ്കിൽ അംഗൻവാടിയിലോ പൊതുവായിട്ട് നിങ്ങൾ വെക്കണം. എന്നിട്ട് നിങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പുസ്തകങ്ങൾ മറിച്ച് നോക്കണം, പഞ്ചായത്ത് സെക്രട്ടറി ശരിയാണോ പറയണത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ 2-3 വട്ടം ചോദിച്ചാൽ പിന്നെ അവർ നിയമപരമായിട്ട് പെരുമാറും. പുതിയ ഉദ്യോഗസ്ഥ വർഗം ഉണ്ടല്ലോ, അതായത് പുതിയ യങ് ആയിട്ടുള്ള ആളുകൾ അങ്ങനെ കറപ്റ്റഡ് ഒന്നുമല്ല. പക്ഷേ പഴയ ആളുകൾ എന്താ വെച്ചാൽ ഡിജിറ്റൽ മനുഷ്യരല്ല, അവർ പഴയ ആളുകളാണ്. അപ്പോൾ അവർക്ക് ഈ വ്യവസ്ഥയെ അഴുകി പൊളിഞ്ഞു പോയ വ്യവസ്ഥയോട് അവരങ്ങനെ കറപ്റ്റഡായിട്ട് വ്യവസ്ഥ അവരിങ്ങനെ ഫോളോ ചെയ്യുന്നു, ചില ആളുകളെങ്കിലും. എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ഞാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതിനെ നമുക്ക് പൊളിക്കുക. അപ്പോൾ പരാതി ഇങ്ങനെ ഇമെയിൽ കൊടുക്കുക, അതിൽ തുടർ നടപടി എന്തോ എടുത്തു എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ വിവരാവശ്യം വയ്ക്കുക. റെസിപ്റ്റ് ഇഷ്യൂ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഉയർന്ന DDPക്ക്, പഞ്ചായത്തിൻ്റെ ഉയർന്ന ജില്ലയിലുള്ള DDPക്കോ, DDP ആണോ, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പഞ്ചായത്ത്, അദ്ദേഹത്തിൻ്റെ മെയിൽ ഐഡിക്ക് ഈ വിഷയം വെച്ച് മെയിൽ ചെയ്യുക. അങ്ങനെ ഒരു മൊബൈൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ചെറിയൊരു ആക്ടിവിസ്റ്റ് ആവാം. സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ്ലി എന്നുള്ള പുസ്തകം ഒന്ന് വായിച്ച് നോക്കൂ. ഞാൻ പകുതി എത്തി. അതിൻ്റെ ഒരു പുസ്തക ചർച്ച നമ്മുടെ കിനാകം വായനശാലയിലെ ലൈവിൽ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിൽ നമുക്ക് ഒരു 10 രൂപ ഇമെയിൽ, അതായത് ഇമെയിൽ പരാതി ഒന്ന്, പിന്നൊന്ന് ഈ നിയമങ്ങളെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്, പിന്നൊന്ന് നമ്മുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും ചുമതലകളും നമുക്ക് മനസ്സിലാക്കണം. നമ്മുടെ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി എന്താ? ഗ്രാമസഭാ മെമ്പർ എന്നതാണ്. അപ്പോൾ അത് നിങ്ങളിപ്പോൾ ഗൾഫിലുള്ളൊരു ഗ്രാമസഭാ മെമ്പർ ആയിക്കോട്ടെ, നിങ്ങൾ അവിടെ ഇരുന്നിട്ട് അവനവൻ്റെ വാർഡിനെ കുറിച്ച്, അവനവൻ്റെ കുടുംബം ജീവിക്കുന്ന ചുറ്റുപാടിനെ കുറിച്ച് നിങ്ങൾ ഇതേപോലെ ഇടപെടണം. എന്താ വെച്ചാൽ പൊതുവായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, റോഡ്, പൊതുവിദ്യാലയങ്ങൾ, അങ്ങനെ പൊതുവായിട്ടുള്ള ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരി സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള സാധനം. പബ്ലിക് ഫ്രീഡം, സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ ഫ്രീഡം. അങ്ങനെ നമ്മളങ്ങ് ആ രീതിയിൽ അതൊരു ഫിലോസഫിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് കൂടെ നിങ്ങൾ മനസ്സിലാക്കാറുണ്ട്. സ്വതന്ത്ര, എത്ര സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഇപ്രാവശ്യം ഉണ്ടെന്ന് എനിക്ക് അറിയാനുണ്ട്. അത് സത്യത്തിൽ ഈ രാഷ്ട്രീയ കക്ഷിയുടെ നിന്നിട്ട് അവർ സീറ്റ് കൊടുക്കാതപ്പോൾ സ്വതന്ത്രന്മാരായിട്ടുള്ള ആളുകളെ ഞാൻ കണക്കാക്കുന്നില്ല. അതല്ലാതെ എന്നെപ്പോലെ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ മെമ്പർഷിപ്പ് പ്രവർത്തനമൊന്നും ഇല്ലാതെ ആദ്യമായിട്ട് ഇലക്ഷനിൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്ന ഒരു ഭരണഘടനാ ജീവിയാണ് ഞാൻ. ഒരു രാഷ്ട്രീയക്കാരനാണ് ഞാൻ. സത്യത്തിൽ ഞാൻ ചെയ്യുന്നതൊക്കെ രാഷ്ട്രീയമാണ് വിശ്വസിക്കുന്ന ആളാണ്. പേഴ്സണലി പൊളിറ്റിക്കൽ എന്നൊരു ആശയധാര അങ്ങനെയല്ല നമുക്ക് രാഷ്ട്രീയപരമായി ശരിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ ഗാന്ധി നല്ലൊരു പൊളിറ്റീഷ്യനാണെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്. ഗാന്ധി ആ സമൂഹത്തിലെ ഉള്ള മനുഷ്യരോട് നടന്നുകൊണ്ടും ട്രെയിനിൽ സഞ്ചരിച്ചുകൊണ്ടും കണക്ട് ചെയ്തിട്ടുണ്ട്, നെറ്റ്വർക്ക് ചെയ്തിട്ടുണ്ട്, സാധ്യമായ നീതിക്ക് വേണ്ടി നിലനിന്നിട്ടുണ്ട്. പക്ഷേ ഗാന്ധി അല്ല സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു മുഖം. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ബ്രിട്ടീഷ് വിരുദ്ധത എന്നുള്ള ഒരു ആശയം ഒരു 50 വർഷം മുന്നേ, 1947 മുന്നേ ഒരു 50 വർഷം കൂടെ മുന്നേ തുടങ്ങിയിട്ടുള്ള ആ ഒരു ഫൈറ്റിൻ്റെ ഒരു കൺവേർജിങ് പോയിന്റിലാണ് ഗാന്ധി നിയമമൊക്കെ പഠിച്ച് ഇവിടെ എത്തി അതിൻ്റെ ഒരു മുഖമായിട്ട് മാറുന്നത്. അദ്ദേഹം അത് കണക്ട് ചെയ്തു. അത്തരം കണക്ഷൻസാണ് രാഷ്ട്രീയക്കാർ ചെയ്യേണ്ടത്. യൂത്ത് കോൺഗ്രസ്സോ ABVPക്കാരോ SFI കുട്ടികളോ, SFI കുട്ടി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പ്രായമായിട്ടില്ല, ആരായാലും നിങ്ങൾ പൊളിറ്റിക്കലാണെങ്കിൽ നിങ്ങൾ പൊളിറ്റിക്കലായിട്ടുള്ള നിമിഷങ്ങൾ വീഡിയോ എടുത്ത് ഇങ്ങനെ ക്യാമറ നോക്കി പറയും, സത്യം പറയും. എന്താണ് പൊളിറ്റിക്കൽ, എന്താണ് രാഷ്ട്രീയം എന്നൊക്കെ ഉള്ള ചോദ്യത്തിന് നല്ല നല്ല ഉത്തരങ്ങൾ കണ്ടുപിടിക്കും. ഇതിപ്പോൾ എത്ര മിനിറ്റായി? 19 മിനിറ്റായി. ഒരു 25 മിനിറ്റിൽ ഇത് നിർത്താം. ഇവിടെ ഈ വായനശാല, ഇതൊരു വായനശാലയൊക്കെയാണ്. ഒരു സാധനം ഇവിടെ ഇത് പൊളിഞ്ഞു കിടക്കുകയാണ്. ഇത് പൊളിക്കാൻ പോവാണ്. എന്താ ഭാരതത്തിൻ്റെ ഭരണഘടന, ജീവപരിണാമ സയൻസ് സെൻറ്റർ, ലൂക്ക,
ഇതിനകത്ത് എതിരുണ്ടാവും, കുഞ്ഞാമൻ്റെ എതിര് എന്നുള്ള പുസ്തകം. എതിരിൽ കുഞ്ഞാമൻ പറയുന്നതൊക്കെ ഒന്ന് വായിച്ചു നോക്കും. മറന്നുപോയി, എന്തൊക്കെയോ രസമുള്ള കുറേ പരിപാടിയുണ്ട് കുഞ്ഞാമൻ്റെ. അധികാരത്തിനെതിരെ എന്നൊരു വാക്കുണ്ട് അതിനകത്ത്. എൻ്റെ അച്ഛനൊരു പലചരക്കടക്കാരനാണ്. കച്ചവടത്തെ ഞാനിങ്ങനെ മോശമായിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, അതത്ര. പക്ഷെ കച്ചവടം ഒരു സെക്കുലർ സ്പേസ് ആണെന്ന് കുഞ്ഞാമൻ പറയുന്നുണ്ട്. അതെനിക്കിഷ്ടമായി. എല്ലാ ജാതി മത ആളുകളൊക്കെ വരും. പിന്നെ പരിഷത്തിനെ കുറിച്ച് പറയുമ്പോൾ റിസ്വാനെ ഞാൻ ഓർക്കുന്നു, പി പരമേശ്വരനെ ഞാൻ ഓർക്കുന്നു. പരമേശ്വരൻ്റെ ഗ്രാഗരിക എന്നൊരു വാക്കുണ്ട്. നഗരവും ഗ്രാമവും ചേർന്നിട്ട് ഈ എന്താണ് അതിൻ്റെ സ്വയം പര്യാപ്തത എന്ന് പറയുന്ന സാധനമല്ലോ. ഈ നിറവ് ബാബുവേട്ടനെ അറിയോ? നിറവ്